ബസ് വരുമോന്നോ? രേമയ്ക്ക് ഉമ്മയും പാപ്പയൊന്നും ഇല്ലേ? കരയിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നാളത്തെ കാര്യം നാളെ. രാവിലെ ഷാമ്പു വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണോ അന്നേരം? പിന്നെ വരണ്ടേ? എടി ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എടി പോകാം, അപ്പോഴും പോകാന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഇല്ല. നീ ചപ്പാത്തി ഉണ്ടാവും. ഓക്കെ, ചപ്പാത്തി ഉള്ളൂ. സ്കൂളിൽ നിന്ന് വരുമ്പോഴും ചപ്പാത്തി. ചപ്പാത്തി കൊണ്ട് കളയണോ? നീ ചോദിക്കുന്നത് ഒരു രീതി ഞാൻ തിരിച്ചും ചോദിക്കട്ടെ കേട്ടോടി. ഇവിടെ കാലയിൽ ഇവിടെ നെയിൽ പോളിഷ് ഇട്ടേക്കുന്നേ. ഞാൻ കുളിപ്പിച്ചപ്പോൾ ചോദിച്ചു ഇതന്നെ നെയിൽ പോളിഷ്. ഞാൻ പൊടിമറ്റത്തൊന്നും ഇട്ട്. ഞാൻ ചോദിച്ചു എപ്പോൾ ഇട്ടു? ആരോട് ചോദിച്ചിട്ടോട്? ഞാൻ എന്നെ പെണ്ണല്ലേ, ഇടണ്ടേ ചോദിക്കുന്നു കുറച്ച് മുമ്പേ. അപ്പൊ പെൺപിള്ളേർ പൊട്ട് കൊടുത്തില്ലേടി നാരായണി? കമ്മലെടുത്തില്ലേ? എന്നിട്ട് പറയണേ എന്നാ നെയിൽ പോളിഷും ഇടും, ലിപ്സ്റ്റിക്കും ഇടുമെന്ന് പെൺപിള്ളേരെന്ന്. എന്നാ അവൾക്ക് സ്കൂളിൽ പോകണ്ടേ? അവളുടെ സ്റ്റൈലതാ. എന്താ അവൾക്ക് സ്കൂളിൽ പോകണ്ടേ? എന്താ എനിക്ക് നെയിൽ പോളിഷ് ഇടത്തില്ലേ? ഞാൻ പെണ്ണല്ലേ? ബസ്സൊക്കെ വരും. വരൂടാ ഉമ്മ. ഇനി ഉമ്മ വേണോടി. ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിക്ക് എന്നാ കറി? വേണ്ട, അത് നമ്മുടെ അല്ല. ആണോ? എവിടെ? അതെ. പൊക്ക് കിഴങ്ങറി ഒന്നും ഉണ്ടാക്കത്തില്ല. സാമ്പാർ നടുക്കാവും. ഇറച്ചി തരാം. എന്താ മതിയോ? ഒന്ന് പോയേടി, ഒന്ന് പോയേടി. കറി ഇരിക്കുമ്പോൾ ഞാൻ ഇനി കിഴങ്ങ് വെക്കാൻ പോവാം. ഒന്ന് പോയേ കൊച്ചേ. നമ്മുടെ പൊന്നെ പോയിട്ട് വാ. ഇത് കയ്യെ പിടിക്കണേ. അവളുടെ കയ്യെ പിടിക്കൂ കുട്ടിയെ. എന്താ കൃഷ്ണ? ബസ് നേരത്തെ ആണോ മോനെ? ബസ് നേരത്തെ വന്നോ? ഇട്ടോ? വേണ്ട വേണ്ട, വല്ല പട്ടി കഴിച്ചിട്ടാലോ അപ്പുറത്തെ. ഓനി ഓടിപ്പോരും, എന്നിട്ട് ഇവനായിട്ട് അടി ഉണ്ടാക്കും. എന്നെ ഇന്നലെ ചേച്ചി പറഞ്ഞു എന്നെ എക്സസൈസാണ് രാവിലെ ഇതൊക്കെ കയറി വന്ന് ഇറങ്ങുന്നതൊക്കെ. എനിക്കിനിയിപ്പോൾ എന്നാ എക്സസൈസ് ചെയ്യാനാ? ബോഡിയൊക്കെ നല്ല ഫിറ്റാവും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒറ്റ നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോകും. എത്ര ഇച്ചിരി പുറകോട്ടാ. ഇപ്പോൾ ഈ സമയത്തൊക്കെ പോയാൽ മതി. 8:30 വണ്ടി വരുമ്പോൾ. വെള്ളം വീണ്ടും പിന്നെയും കൂടിയില്ല.
കിട്ടിയോടാ? കട്ടർ ബ്ലേഡൊക്കെ ഉണ്ട്. അവിടെ കട്ടർ ഉണ്ട്, ബ്ലേഡ് വേണം. അന്നാ ബ്ലേഡ് ഉപയോഗിച്ച് മറ്റേ ഇത് കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡൊക്കെ കിടപ്പുണ്ട്. ഡോക്ടർമാർ നല്ല ഡോക്ടർമാരാണ്. ഗ്യാസ് എടുക്കാൻ പോവാം. നമ്മൾ ഒരുമിച്ചാണ് ബുക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഗ്യാസ് അധികം ഒത്തിരി ചിലവില്ലാത്ത ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ അടുപ്പേ ചോറുമൊക്കെ വെക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ വലിയ ഗ്യാസിന് ചിലവില്ല. ഒരുമിച്ചങ്ങ് എടുക്കും. ഇത് കുറേ നാളത്തേക്ക് കാണും. ആ എന്നാ കാണുമ്പോൾ ചാടി വരാൻ ഞാൻ വല്ല ഗൾഫിൽ നിന്ന് വന്നാണോ? ഗ്യാസ് കണ്ണെണ്ണം കൊടുത്ത് കിട്ടും. നാരായണി അകത്ത് കയറിപ്പോയി. നാരായണിക്ക് ഈ സമയത്തങ്ങ് ചെന്നാൽ മതി. അപ്പം സ്റ്റാൻഡ് വരെ ചെല്ലാമല്ലോ. ഓക്കെ, ഒന്ന് നടക്കണ്ടല്ലോ. കൊല്ലോ നീ എന്നെ. മഴ പെയ്തത് കൊണ്ട് നല്ല പൊടിയൊക്കെ ഒതുങ്ങി നല്ലൊരു കാലാവസ്ഥയായി. കുളത്തിനകത്ത് വെള്ളമില്ലേ? ഇവിടെ ഇങ്ങനെ ഈ ചൂടാണ് കേട്ടോ. ഇവിടെ ചൂട് അധികം കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടുന്ന് വരുന്ന ആ ഒരു ചൂടും ഇവിടെ നിൽക്കുന്ന തന്നെ ചൂട് കാറ്റാണ് വരുന്നത്. അതായത് ഇവിടെ മരം വരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നല്ല കൂളിംഗ് ആയിരുന്നു. എല്ലാവരും വരുമ്പോൾ പറയുമ്പോൾ ഇവിടെ ചൂടില്ല, ഇവിടെ കയറി വരുമ്പോൾ എന്നാ ഒരു തണുപ്പാന്ന് പറയുമായിരുന്നു. അകത്ത് കയറിക്കേ. എന്താ നിനക്ക്? എന്താ പ്രശ്നം? എന്താ ഗ്യാസ് കൊണ്ട് വന്നാന്ന് ഓർത്ത. പക്ഷെ അല്ല, അപ്പുറത്ത് പിള്ള ചേട്ടന. ശേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലേ? എത്രയാ? ഇല്ലേ? മതിയോ? എന്നാടാ തരാ വരെ ഞാനാ
നാരായണി വന്നു. ഉശു, പട്ടിയുടെ ഒരു കാര്യം അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ. നാരായണി, നീ എന്തായാലും വന്നോ. കുറച്ചു നേരം കൂടെ ഇരുന്ന് അവളെയും കൊണ്ടങ്ങ് വന്നാൽ പോരായിരുന്നോ? ഞാൻ പിന്നെ ഇറങ്ങി വരണം. പിന്നെ അയ്യോ അയ്യ, നീ പോത്തില്ല. പിന്നെ അനത്താന്ന് പിന്നെ ആട്ടെ ഒരു 6 മണിയാകുമ്പോ അനത്താം. ചാറ്റൽ മഴയാണല്ലോ ഇന്നൊക്കെ. കേട്ടില്ല. ഇതെവിടുന്ന്? വിളിച്ച കേക്കുന്നില്ല. ഫാൻ ഓണാ. പിന്നെ ഭയങ്കര കാനം. ഞാൻ ഇതുപോലെ വണ്ടി കൊണ്ടു നിന്നിട്ട് ഇങ്ങനെ വണ്ടിയുടെ കീഴേ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. ഭക്ഷണം കൊണ്ടുവന്നിട്ട് കളയും. അതൊരു മാതിരി പട്ടിക്ക് കൊടുക്കാനല്ലേ നീ സാധനല്ലേ. അത് GM-ന്റെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. വേറെ ഇതാണേ ഉള്ളൂ. 6 വരെയൊക്കെ തുടങ്ങുന്നു. എല്ലാവരും ചെയ്യണം. സൂപ്പർ പരിപാടിയാണ്. ഇയാൾ പോകുന്ന വഴിക്ക് മുഴുവൻ കോഴിപ്പണ്ടോ ഉപയോഗിച്ച് അമ്മാണ് കൊമ്പേ കണ്ടോ കൂണ് കൊടുത്തു പറയാം. അച്ഛനവിടെ കിട്ടിയേക്കുന്ന കേട്ടാ എന്നെ വീതിയാന്ന് അതിന്റെ വെഞ്ചിരിക്കുന്ന സമയത്ത് പുള്ളികൾ രാവിലെ വീട്ടിൽ നിന്ന് 4 ഇഞ്ചിന്റെ സന്തോഷം 2.5 ഇഞ്ചല്ലേ അവിടെ 2.5 ഇഞ്ച് 1.5 ഇഞ്ച് ഒരു 4 ഇഞ്ചിന്റെ കോറും കൂടെ എടുത്തോണ്ടൊക്കെ പോയാൽ മതി. ഞങ്ങളോട് എന്താ പറയാ പൈപ്പ് പിന്നെ ഇടാം വന്ന് ജാറ് ശരിയാക്കി തരാം. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മോൾക്ക് അമ്മമാര് താഴോട്ട് ഇറങ്ങിയതേക്കാൻ ഇറങ്ങിയെന്നാ പറഞ്ഞത്. വേണമെങ്കിൽ അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നു വെളിവാതിക്കല് ആൾക്കാണ്. വേറെ എൻ്റെ ചെറിയ വന്നിട്ട് ബൈക്ക് പോയതായിട്ടൊക്കെ പറഞ്ഞൊരു കൊതുക് ഭയങ്കരമാണ്. ഒരു TT എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാ ഡോക്ടറില്ല. ഡോക്ടറില്ല TT എടുക്കാൻ പറ്റുള്ളൂ. രാവിലെ ആണല്ലോ. വീട്ടിലുണ്ട്. ഒരു TT എടുക്കാൻ പോലും പ്രയോജനമില്ലാത്ത ഗവൺമെൻറ് ആശുപത്രിയാണ്. എന്നിട്ടാണ് ഇമാര് തള്ളി മറിക്കുന്നത്.
വല്ല പണിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ട് ഒരു TT എടുക്കാൻ വന്നാൽ അതിനുള്ള സെറ്റപ്പ് പോയില്ലെന്ന് പറഞ്ഞാൽ എന്നാവുമ്പോൾ കൂടെ പണിതുകൊണ്ടിരുന്നൊരു എൻ്റെ അദ്ദേഹത്തെ ആണിയുണ്ട് നമുക്ക് TT എടുക്കാൻ പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രി ചെന്നാൽ എല്ലാം അടച്ചു പൂട്ടിയോട്ടിട്ടിട്ട് ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് 7 മണി ആയതേ ഉള്ളൂ. മുണ്ടക്കത്ത് ചുമ്മാ ഇതൊക്കെ വെച്ചേക്കുന്ന ഒരു ആശുപത്രി എത്ര രൂപ മുടക്കി ഉണ്ടാക്കുന്നത്, എന്നിട്ട് ഡോക്ടറും ഇല്ല ഒന്നും ഇല്ല കൊടുത്ത അറിയാവുന്ന കൂടെ ഞാനിങ്ങനെ നിൽക്കുന്ന 3ാമത്തെ ആളായപ്പോഴത്തേക്കും ഒരു കളവി എങ്ങാണ്ട് 100 വേണം ഇവർ അതിൻ്റെ പുറകെ പോയി വീണ്ടും 1 മണിക്കൂർ നിൽക്കുക ഇങ്ങനെ പോകുന്നു. കാരണം ഞങ്ങൾ വില തന്നെ ഇവിടെ ഒളിച്ചു പോയി കാണുന്നു ഉറക്കെ പറഞ്ഞു. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിനകത്തേ ഇത്രയും പേര് നിൽക്കുക അന്നേരം ഈ കളിവിടെ പുറകെ പോയത്. എല്ലാവരും ഉടനായിരിക്കും, ഒരാളായിരിക്കും ഉള്ളത്, ഒറ്റയാളെ ഉള്ളത്. അല്ല അതിന് ഇത്രയും താമസമുണ്ടോ? ആ വഴിക്ക് അവർ വേറെ വല്ല അതിന് പോയി കാണും. എല്ലാം കുത്തഴിഞ്ഞ നോക്കാം. ചുമ്മാ കയറി കുരുങ്ങി ഒന്നും പിടിച്ചില്ല. മണ്ണെണ്ണ എടുക്കാം, മണ്ണെണ്ണ കൊച്ചകത്ത് അതെല്ലാം ഗേറ്റെല്ലാം തകർത്തിട്ട് നശിപ്പിച്ചിട്ടേക്കാണല്ലോ. ആരാണല്ലോ